കിളവൻ പറഞ്ഞ ടൈം കഴിഞ്ഞല്ലോ. അതെ, ഈ ഒരു ബമ്പർ എടുക്കട്ടെ. അയ്യോ, ബമ്പർ ആണെങ്കിൽ വേണ്ട. അതെന്താ ബമ്പർ തന്നെ പിടിച്ച് കടിച്ച? ഓ, എന്ത് തന്നെ ലോട്ടറി എടുക്കാം, എനിക്കൊരു ക്വാർട്ടർ വാങ്ങിക്കൊണ്ട് തരൂ. അയ്യോ, വന്നു. അതെ, ഈ 8:30 ബസ് പോയോ? എപ്പോഴേ പോയി. ചായ കിട്ടിയില്ലല്ലോ. എന്തായിരുന്നു നീ അല്ലടാ നാറ് കള്ള് നാറെന്ന് പറഞ്ഞ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞേ? ആ, ഇനിയിപ്പോ എന്തായാലും ഇതെല്ലാം തീരാണ്ട് ഞാൻ വരുമല്ലോ. കഴിഞ്ഞില്ലേ? ഓഫ്, ഒന്ന് പെട്ടെന്നാകട്ടെ, സമയമില്ല. ലിഫ്റ്റ് കൊടുത്തവളെ വീട്ടിൽ നീ കണ്ടോ? ആരുവാടാ അത്? സെന്റ് ജോസഫ്സ്. പോയില്ലേ? ഞാനൊരു പറമ്പിൽ ചെന്നിട്ടുണ്ടല്ലോ, നല്ലൊരു ഒത്ത തെങ്ങ് നോക്കി വെക്കും, എന്നിട്ട് ചെത്താൻ കയറുമ്പോണ്ടല്ലോ അത് മണ്ടരി കുത്തിപ്പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട്. സെയിം സിറ്റുവേഷനാ ഇപ്പൊ ഒരു അനുഭൂതി ഉണ്ടാവാനല്ലേ. നീ അവിടെ കയറിയ നീ ഒന്നും ഇങ്ങോട്ട് കേറി വന്നേ. നമ്മൾ കോളേജിൽ പോണെന്തിനാ? നീ എന്നെ ഞാൻ എന്നാത്തിനായിരുന്നു? സഞ്ജയ് അറിയോ? പിന്നെ അറിയാതെ അല്ലേ? അകത്തേക്കില്ല, ഞാൻ എന്റെ കാർഡിന് ചെറിയ പണി. എടാ പോയി കളയരുത്, കാണണം. ആ കാണും. അല്ലേ സഞ്ജയ് ആരാ? അറിയത്തില്ല, വാ കാണാൻ പോലെ. വാടാ. അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോ മോർ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം മുതൽ ഈ കോളേജിൽ നിന്നും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരി മിസ് സഞ്ജന മാധവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കളറായി വന്നേനെ. എന്തിന്? ഇത് കൊള്ളാലോ. മഞ്ഞക്കിളി വീണെന്നാ തോന്നണേ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വളരെ അൺഎക്സ്പെക്റ്റഡായി കിട്ടിയ ഒരു അവസരമാണിതെനിക്ക്. ഈ കോളേജിലെ ഓരോ ചുവരുകൾക്കും ചേട്ടനെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുമ്പോഴായിരിക്കും ഏട്ടൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ഹലോ. ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ്റത്തില്ല, മഴയാണ്. മഴ പോയി വെയിലുള്ളപ്പോ ഈ മഴയും ഫോട്ടോ തമ്മിൽ എന്താ ബന്ധം? തനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിൽ യാക്ക് പെന്നാ. എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സമാധാനം. ഈ പെൻഡ്രൈവിലുള്ള പറ്റില്ല. 4-5 ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തന്നാ. പറ്റില്ല. ഇല്ല പോ. പെൻഡ്രൈവ് മൊത്തം വൈറസ് ആയിരിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെന്റെ പേഴ്സണൽ പെൻഡ്രൈവ് വന്നേ, സേഫ് ആയിരിക്കും. ഇതൊക്കെ താനെടുത്ത ഫോട്ടോസ് ആണോ? താനെടുത്ത ഫോട്ടോസ് ആണോ? അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് കണ്ട മനസ്സിലായിക്കൂടെ? ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു, കല്യാണമായിരിക്കും. അത്രയ്ക്കൊന്നുമില്ല, ചെറിയ പ്രോഗ്രാംസ് മാത്രം. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. എന്നും കല്യാണവും കാതുകുത്തലൊക്കെ മതിയെന്നേ. അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ലെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ? അതിപ്പോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വെൽ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം.
സിനിമ, ഫാഷൻ, ട്രാവൽ, വൈൽഡ്, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ താനെന്തൊരു സ്റ്റുഡിയോ ഇട്ട് ഇവിടെ കൂടി പോയത്? അതിപ്പോ ക്യാമറ ലൈറ്റ്സ് ഒക്കെ കറണ്ട് പോയി. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താനൊരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചോ. ഞാൻ നാളെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ? പ്രിന്റ് എടുത്തിട്ട് താൻ വന്നില്ലെങ്കിലോ? അപ്പൊ എനിക്ക് ആളെ കണ്ടുപിടിക്കണ്ടേ? നോക്കട്ടെ. സൂപ്പർ ഫോട്ടോ ആണ് കണ്ടോ? എല്ലാ കാഴ്ചകളും കണ്ണുകൊണ്ട് മാത്രം കാണാതെ വല്ലപ്പോഴും ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും. ഇപ്പൊ കല്യാണത്തിനും പാലുകാച്ചലിനും വരെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അവിടെ അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയതും ഇപ്പം അയാളുടെ പെങ്ങളായി കുട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എല്ലാവരും നിമിത്തമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യമാണെന്റെ അച്ഛാ. ഇച്ചാച്ചൻ എങ്ങനെ മനസ്സിലായി? എടാ പിള്ളേരെ, നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ ഊളകളും ഇത് തന്നെ ചിന്തിക്കുള്ളൂ. എൻ്റെ അമ്മയ്ക്കാണ് സത്യം. വാ ഇന്നത്തെ മിച്ചറുമായിട്ടോ. ഊതാതെ പോയെ. ഹലോ, നാടകമോ? നാടകം ഉണ്ടെന്ന്. എടാ നമ്മളെ പഴയ വടകേ പ്രഭാകരനൊക്കെ ഉണ്ടോടാ? ആണോ? ആ ഞാൻ വരട്ടെ, ഞാനേ നോക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇച്ചാച്ചൻ പറഞ്ഞ പോലെ ഒന്നല്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാന്നേ. എടാ, ഇന്ന് ആ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു. അവളുടെ നമ്പർ ഞാൻ മനോവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിളിക്കാനൊരു പേടി. പേടിയോ? എന്തിനി? പേടിയുള്ളടത്ത് പ്രണയം വർക്കാവൂല. ശരി, എന്നാ വിളിച്ചാലോ? ഈ രാത്രി വേണ്ട. പ്രണയത്തിന് അങ്ങനെ രാത്രിന്നോ പകലെന്നോ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കും. ഒറ്റ മിനിറ്റ്, പേഴ്സ് ചെതലരിച്ച് തുടങ്ങി. ഇതിന്ന് വിളിച്ചു. ഒറ്റൊരുത്തൻ തെരഞ്ഞു വന്ന് പണി വരില്ല. കള്ളനാ കള്ളൻ. അറിയാലോ. നാട്ടുകാരെ നിനക്ക് കിട്ടുന്ന പോലായിട്ട് അവനോട് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ആണോന്നോ? എടാ നീ കളിക്കുന്നത്? എടാ നിന്റെ കൊതി കിട്ടി വയറിളക്കം പിടിച്ച് പ്രളയം വന്ന് സർവ്വം വെച്ചാലും ഈ മിക്സി എന്നാക്കി തീരാതെ ഒരു തൊള്ളി ഇനന്ന് എല്ലാം മര്യാദ മിക്സി എന്നാക്കി സമയം ഒത്തിരി ഞാനങ്ങ് ഇറങ്ങുവാണേ. ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു. സമയം കണ്ടമാനം കൊണ്ട് പോയി. അതേ തന്നെയല്ലോ. നീ നോക്കൂ, ഞങ്ങളിപ്പോ എടാ ഇത് തീർത്ത് ഞാൻ വരാടാ. പോയി വിളിക്ക്, വിജയിച്ചു. അയ്യോ വേണ്ട. കുറെ നേരമായിട്ട് വിലടിക്കുന്നുണ്ടോ? ഒരു തവണ. അയ്യോ എന്തൊരു ടെൻഷൻ. ടെൻഷൻ. അയ്യോ അയ്യോ. ഹലോ. അല്ല അറിയില്ല. എൻ്റെ അമ്മച്ചി ആ കുട്ടാ പൊട്ടാ. അയ്യോ ടെൻഷൻ. പൊട്ടാളമാണോ?